ഇന്നലെ നടന്ന സംഭവം ഉണ്ണി മുകുന്ദൻ. ആ ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ തന്നെ ഒരു മൊഴി കൊടുക്കുന്നു, ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ ഇന്നിപ്പം വന്നത് ആ മാനേജർ പറയുന്നു നരിവേട്ട എന്ന് പറയുന്ന ഇക്ക അഭിനയിച്ച, അങ്ങനെ പറയണം, ഇക്ക അഭിനയിച്ച എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായിരുന്നു. ആ സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ? ഒരിക്കലുമില്ല. ഞാൻ ഈ ഇന്നലെ രാത്രി ഞാൻ ഒബ്രോം മറ്റേ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ രാത്രി 10:20 ഷോ കാണാൻ കയറിയപ്പോൾ ചുമ്മാ മൊബൈലിൽ എനിക്കൊരു മെസ്സേജ് വന്നതാണ്. റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ന്യൂസ്. ഇത് ഞാനെടുത്ത് നരിവേട്ടയുടെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോഴാണ് അവരിതറിയുന്നത്. ഓക്കെ. അപ്പോൾ ഒരിക്കലും ആ സിനിമ വിജയിപ്പിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമല്ല ഇത്. അപ്പോൾ നരിവേട്ടയുമായിട്ട് ബന്ധമില്ല, യാതൊരു ബന്ധമില്ല. ബിബിൻ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നരിവേട്ടയെ പറ്റി പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതിൻ്റെ പ്രശ്നത്തിലാണ് ഉണ്ണി മുകുന്ദൻ ഇത് ചെയ്തതെന്ന് പുള്ളി കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആര്? ബിബിൻ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ബിബിൻ പറയുകയുണ്ടായി നരിവേട്ടയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് മർദ്ദിച്ചെന്ന്. അല്ല, അങ്ങനെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. നരിവേട്ടനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഉണ്ണി മർദ്ദിച്ചതെന്ന് പുള്ളി പറഞ്ഞിരിക്കുന്നു. അതെന്തർത്ഥത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. അവരുടെ ഇന്റേണൽ പ്രോബ്ലംസ് ഇനി ഇതിനകത്ത് 5-6 വർഷമായിട്ട് കൂടെ നിൽക്കുന്ന ആളാണെന്ന് ബിബിൻ തന്നെ പറയുന്നു. ഇവരുടെ ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ല. ഇന്ന് ഉണ്ണി മുകുന്ദൻ അതിന് കുറേ മറുപടികൾ ഇന്ന് ഉണ്ണി മുകുന്ദൻ കൊടുത്തിട്ടുണ്ട്. ബിബിനുമായിട്ടുള്ള പല പ്രശ്നങ്ങളും പുള്ളി പറയുന്നു. ബിബിന് ഉണ്ണിയോടുള്ള പ്രശ്നങ്ങൾ ബിബിൻ പറയുന്നു. ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതൊരു കുടുംബമല്ലേ? പിന്നെ ഇവരെല്ലാം ഒന്നിച്ച് നിൽക്കുന്ന, എത്ര വർഷമായിട്ട് ഒന്നിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനൊരു വിവാദത്തിലോട്ട് പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളെ എപ്പോഴും ഉള്ളൂ. പക്ഷെ അതൊരു വിവാദമാക്കി ഇപ്പം മാറിയേക്കുക. അതിൽ ഉണ്ണി മുകുന്ദൻ പറയുന്നൊരു കാര്യമുണ്ട്, ഉണ്ണി മുകുന്ദനും ടൊവിനോയും തമ്മിൽ തെറ്റിക്കാനുള്ള കളികളാണെന്നും പറയുന്നുണ്ട്. അതിലെന്താണ് ഇക്കയ്ക്ക് പറയുന്നത്? ഒരു നടനെ മറ്റൊരു നടനെ തമ്മിൽ തെറ്റിക്കാൻ ഇവിടെ അങ്ങനെയൊക്കെ നടക്കുമോ? അതെ, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് അവരെടുത്തിട്ടിരിക്കുന്നതാണ്. ഇപ്പം തെറ്റിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ണി മുകുന്ദനായിട്ട് പോകുന്നു, ടൊവിനോ ആയിട്ട് പോകുന്നു. ഇവർ തമ്മിൽ തെറ്റിക്കാൻ, ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ബിസിനസ് ബന്ധമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവരെ തെറ്റിക്കാൻ നോക്കും. അവർ രണ്ടുപേരും ഒരു പ്രൊഫഷണൽ, ഒരു സ്റ്റാൻഡത്തിൽ ഒരാൾ പോകുന്നു, മറ്റേയാളുടെ സ്റ്റാൻഡത്തിൽ പോകുന്നു. ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ചോദിക്കുക, ഈ നടന്മാരെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണോ? അങ്ങനെ പാടൊന്നുമില്ല. നമ്മൾ കറക്റ്റ് കാര്യങ്ങളാണ് അവരുമായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മുമ്പ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ഇഷ്യൂ നടന്ന സമയത്ത് ഒരുപാട് കമൻറ്റുകൾ വന്നു. ആ കമൻറ്റുകളിൽ 1, 2, 3 ആളുകൾ വീണ്ടും ആവർത്തിക്കുന്നൊരു കാര്യം, ഈ മാനേജർ വിപിൻ ഉണ്ണി മുകുന്ദൻ്റെ കൂടെ വർഷങ്ങളായിട്ട് മാനേജറായിട്ട് നിൽക്കുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത്, ഒരു നടനെ, ഒരു സംവിധായകനെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനൊന്ന് കാണണമെങ്കിൽ മാനേജരാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം ആക്ടറും പ്രൊഡ്യൂസറുമായ ഇക്കയോട് ഞാൻ ചോദിക്കുക, ഈ മാനേജർ പലർക്കും ഒരു വെല്ലുവിളിയാണോ? ഞാൻ ഈ മാനേജർ പദവി അംഗീകരിക്കാത്ത ഒരാളാണ്. അംഗീകരിക്കത്തില്ല. ഞാൻ എന്താവശ്യം ഉണ്ടെങ്കിലും എല്ലാ ആളുകളെയും നേരിട്ട് ഞാൻ വിളിക്കാം. പക്ഷേ ഇക്കയ്ക്കുള്ള ബന്ധം മറ്റൊരാൾക്കില്ലല്ലോ. അല്ലാതെ അങ്ങനെ ഉണ്ടാക്കണം. മറ്റൊരാൾക്കൊരു ആവശ്യം എന്നാൽ നേരിട്ട് വിളിക്കാൻ പറയണം. നേരിട്ട് വിളിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ അവർ ഫോൺ എടുത്താൽ അവരോട് നിങ്ങൾ മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറയും, പരിചയമില്ലാത്ത ആളാകും. അപ്പോൾ തീർച്ചയായിട്ടും പറയും ഞങ്ങൾക്ക് മാനേജറുമായിട്ടുള്ള സാറുമായിട്ടാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി കാണുക. ഞാൻ ഇതിനു മുമ്പ് മാനേജർമാരെ അംഗീകരിക്കാത്ത ആളാണ്. എന്നെപ്പറ്റി പലരും പറഞ്ഞിട്ട് ഞാൻ പല ആർട്ടിസ്റ്റുകളുടെ മാനേജറാണെന്നും പറഞ്ഞൊരു കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളുടെ മാനേജറായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ മാനേജറായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോജുവിൻ്റെ മാനേജറാണ് എന്ന് പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. ഹരീഷ് കണാറിൻ്റെ കൂടെ മാനേജറായിട്ട് നിൽക്കുന്നത്, മറ്റേ ധർമ്മജൻ്റെ മാനേജർ, സലീം കുമാറിൻ്റെ മാനേജർ, ഇങ്ങനെ ഒരു പദവി ഒരു സമയത്ത് എനിക്ക് എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം അവരിലോട്ട് എത്താൻ ഒരു എളുപ്പ വഴി ഞാനായതുകൊണ്ട് എല്ലാവരും എന്നെ വിളിച്ചിട്ട് അവരിലോട്ട് എത്തിക്കൊണ്ടിരുന്നപ്പോൾ അവരെന്നെ ഒരു മാനേജറായിട്ട് കണ്ടതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തും ഇന്ന് വരെ ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ച് സംസാരിക്കണമെങ്കിൽ പോലും ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിക്കും. മാനേജർ ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ചില ഘട്ടങ്ങളിൽ അവർ പറയും അതൊക്കെ ഒന്ന് പുള്ളിയായിട്ട് കൂടി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഡേറ്റിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ഞാൻ ഡേറ്റിൻ്റെ കാര്യമൊക്കെ അവരുമായിട്ടായിരിക്കും. ഒരു നടനില്ലാത്ത ജാട മാനേജറുകൾക്കുണ്ടോ? ചില ആൾക്കാർക്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? നേരിട്ട് പേഴ്സണൽ പ്രശ്നങ്ങൾ എൻ്റെ നേരെ വന്നാൽ ഞാനത് അപ്പം തന്നെ എതിർത്ത് കളയും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ അനുഭവങ്ങൾ ചില ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ പുല്ലുപോലെ കണ്ടിട്ടുള്ളൂ. അതൊരു ധൈര്യം ഇവിടുന്ന, എന്നാലും ചിലതൊക്കെ പേടിക്കണ്ടേ? എന്തിനാ പേടിക്കണേ? ഇവരൊക്കെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഈ പേടിയാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഈ വിപിനെ പേഴ്സണലി അറിയാം, അല്ലെ ഉണ്ണി മുകുന്ദനെ പേഴ്സണലി അറിയാവോ?
ഉണ്ണി മൂന്നനെയും പേഴ്സണലി അറിയാം, ബിബിനെയും പേഴ്സണലി അറിയാം. ഇവർ തമ്മിൽ ഒന്നിക്കുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരെ എനിക്ക് 2 തലത്തിൽ അറിയാം. ബിബിനെ എനിക്ക് അറിയാവുന്നത്, ബിബിനെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്നത് പൃഥ്വിരാജിൻ്റെ പേജ്, അദ്ദേഹത്തിൻ്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്നത് ബിബിനാണ്. ആ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് ബിബിനെ പരിചയപ്പെടുന്നത്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങളായിട്ടുണ്ട് ബിബിനെ ഞാൻ പരിചയപ്പെട്ടു. ആ സമയത്ത് ബിബിൻ പൃഥ്വിരാജിൻ്റെ പേജ്, പിന്നെ ടൊവിനോയുടെ പേജ്, ഇന്ദ്രജിത്തിൻ്റെ പേജ്, പിന്നെ കുറേ ആർട്ടിസ്റ്റുകളുടെ പേജുകൾ ചെയ്യുന്നത് ബിബിനാണ്. അതിനുശേഷമാണ് ഉണ്ണിയുടെ പേജ് ഉണ്ണി നോക്കുന്നത് എനിക്കറിയാം. ഉണ്ണി മൂന്നന ആദ്യ സിനിമ ബാങ്കോക്ക് സമ്മർ എന്ന് പറഞ്ഞ പടം, പ്രമോദ് പപ്പൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഞാനാണ്. അന്ന് മുതൽ എനിക്ക് ഉണ്ണി മൂന്നൻ അറിയാം. ഉണ്ണി മൂന്നൻ സെക്കൻഡ് പടം ക്യാരക്ടർ റോൾ ചെയ്യുന്നത് ബോംബെ മാർച്ച് 12 മമ്മൂക്കയുടെ. ആ സിനിമയുടെ പ്രൊഡക്ഷനിൽ ഞാനുണ്ട്. അന്ന് മുതലുള്ള ബന്ധമാണ് എനിക്ക് ഉണ്ണിയായിട്ടുള്ളത്. ഇവർ രണ്ടുപേരും പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. പേഴ്സണലി വിളിച്ചിരുന്നു ഈ ഒരു ഇഷ്യൂ നടന്നു? ഞാൻ ഇന്നലെ രാത്രി തന്നെ 2 പേരെ വിളിച്ചിരുന്നു. ബിബിനെ വിളിച്ചു സംസാരിച്ചു. ഉണ്ണീനെ വിളിച്ചു, ഉണ്ണി ഫോൺ എടുത്തില്ല. ബിബിനെ വിളിച്ച് സംസാരിച്ചു. പൊതുവേ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരസ്പരം പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക. എന്തിനാണ് ഈ ആൾക്കാരുടെ ഇടയിലോട്ട് കൊണ്ടുപോകുന്നത്? ഇവർക്ക് വിഷയങ്ങളുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. പത്രമാധ്യമങ്ങളുടെ മുമ്പിലോട്ടോ ഒരു കേസിലോട്ടോ പോണതിന് മുമ്പ് നമുക്കൊരുപാട് അസോസിയേഷനും കാര്യമൊക്കെ ഉള്ളതല്ലേ. ആദ്യം അവിടെ വെച്ച് തീർക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, ഇതൊന്നും പറഞ്ഞ് തീർക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. പക്ഷെ വേറൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, സിനിമയിൽ ശാശ്വതമായ പിണക്കം ആർക്കും ആരോടും ഇല്ല. എന്നൊക്കെ ആരൊക്കെയായിട്ട് എന്തൊക്കെ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് തീർന്നു പോയിട്ടേ ഉള്ളൂ. പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്.